ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ വെൽക്കം ടു മൈ ചാനൽ ശ്രീവിദ്യ സ്പേസ്. അപ്പോൾ ഞാനിന്ന് എൻ്റെ ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് ടൈമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് ഞാൻ രാവിലെ ഉണ്ടാക്കാൻ വിചാരിക്കുന്നത് നമ്മുടെ പുട്ടും പയറും പപ്പടമാണ്. അപ്പോൾ എൻ്റെ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളിലേക്ക് പോവാം. തലേ ദിവസം രാവിലെ തന്നെ കിച്ചണെല്ലാം നല്ല ക്ലീനാക്കി പാത്രങ്ങളെല്ലാം കഴുകി വെച്ചിരിക്കുമ്പോൾ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ നല്ല ഫ്രഷ് ഫീലിംഗ് ആണ്. നമുക്കെല്ലാം എല്ലാം ഉണ്ടാക്കി കഴിക്കാനുള്ളൊരു മൂഡൊക്കെ നമുക്ക് തന്നെ താനെ വരും. ചില ദിവസങ്ങളിൽ കിച്ചണൊന്നും ഒട്ടും അറേഞ്ച് അല്ലാണ്ട് കിടന്നാൽ ഭയങ്കര മടിയല്ല ഉണ്ടാക്കാൻ, തുടങ്ങാൻ തന്നെ ഒരു മടി. അന്നത്തെ ദിവസം തുടങ്ങുന്നത് തന്നെ ഭയങ്കര ലേസി ആയിട്ടായിരിക്കും. അതുകൊണ്ട് ഞാനിപ്പോൾ കഴിവതും തലേ ദിവസം തന്നെ എല്ലാം സെറ്റ് ചെയ്ത് വയ്ക്കാൻ നോക്കും. അതാകുമ്പോൾ രാത്രിയാകുമ്പോൾ ഒരു ഫ്രഷ് ഫീലിങ്ങിന് വേണ്ടിയിട്ടാണ്. കാരണം ഒരുപാട് എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടായി. കാരണം മടി കാരണം നാളെ രാവിലെ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് പോകുമ്പോഴൊക്കെ പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ ഞാൻ അറിയാൻ തുടങ്ങി എൻ്റെ സ്റ്റാർട്ടിങ് ഭയങ്കര ലേസിനെസ്സോട് കൂടിയാണ് തുടങ്ങുന്നത്. അതിനുശേഷം ഞാൻ സ്ട്രിക്റ്റായിട്ട് എത്ര ടയേർഡായാലും ഞാൻ എല്ലാം നീറ്റാക്കി വെച്ചിട്ടേ കിടക്കാറുള്ളൂ. കാരണം രാവിലെ നമ്മൾ വന്ന് കാണുമ്പോൾ നമുക്ക് തന്നെ നമ്മൾ പോലും അറിയാതെ ഒരു ഫ്രഷ്നെസ് നമുക്ക് കിട്ടും. എൻ്റെ അമ്മ അങ്ങനെയാണ് ചെയ്യാറ്. ഇന്ന് പുട്ടിൻ്റെ കൂടെ വൻപയറാണ്. വൻപയർ ആയതുകൊണ്ട് തന്നെ ഞാൻ രാത്രി തന്നെ വെള്ളത്തിലിട്ട് വെച്ചിരുന്നു കുതിർക്കാനായിട്ട്. അപ്പോൾ ആദ്യം തന്നെ കുക്ക് ചെയ്യാൻ വയ്ക്കുവാണ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ചിലതൊക്കെ നമുക്ക് ലഞ്ചിനും ഹെൽപ്പ് ചെയ്യുമല്ലേ. പയറൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു തോരനോ മെഴുക്കുവരട്ടിയോ ഒക്കെ ആയിട്ട് നമുക്ക് ലഞ്ചിനും യൂസ് ചെയ്യാം. അപ്പോൾ ഇന്ന് അത് തന്നെയാണ് എൻ്റെ പ്ലാൻ. ഞാൻ കുറച്ച് കൂടുതൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ലഞ്ചിന് വേണ്ടിയിട്ട് പയർ തോരനും കൂടി എടുക്കാമല്ലോ. ഈ തേങ്ങ പൊട്ടിക്കുന്നത് എനിക്ക് ഭയങ്കര ടാസ്ക്കായിരുന്നു ആദ്യമൊക്കെ. ഇപ്പോൾ ഈസി ആയിട്ട് പൊട്ടിക്കാൻ പഠിച്ചു കേട്ടോ. ആദ്യം എനിക്ക് തേങ്ങ പൊട്ടിക്കുമ്പോൾ ആ ഉള്ളം കയ്യിൽ വെച്ചിട്ട് നമ്മളിങ്ങനെ അടിക്കുമായിരുന്നപ്പോൾ എനിക്കത് ഫസ്റ്റ് ആ തേങ്ങ ഇങ്ങനെ പൊട്ടിയിട്ട് എൻ്റെ കയ്യിൽ അത് പെടുമായിരുന്നു. കാരണം അതായത് കയ്യിൽ ആ ഉള്ളം കൈയുടെ ആ സ്കിന്ന് തേങ്ങയുടെ പൊട്ടിയിട്ട് അതിനകത്തേക്ക് കയറിയിട്ട് ഭയങ്കര പെയിനാണ്. അത് സ്ഥിരമായിട്ട് എനിക്കങ്ങനെ ഉണ്ടാകുമായിരുന്നു. പക്ഷേ പിന്നെയാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയാണ് എനിക്കൊരു ടിപ്പ് പറഞ്ഞത്. നമ്മൾ തേങ്ങ ഉള്ളം കയ്യിൽ വെച്ചിട്ട് അത് തേങ്ങ പൊട്ടിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ജസ്റ്റ് ഒരു സ്പേസ് കൊടുക്കണം. നമ്മളിങ്ങനെ കുമ്പിൾ പിടിക്കുന്ന പോലെ പിടിക്കണം. അങ്ങനെ വെച്ചിട്ട് തേങ്ങ പൊട്ടിക്കുമ്പോഴേക്കും അതങ്ങനെ കുടുങ്ങത്തില്ല സ്കിന്ന്. അപ്പോൾ അങ്ങനെ വെച്ച് പൊട്ടിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ എനിക്ക് കയ്യിൽ പെടാണ്ടായി. പിന്നെ എനിക്ക് പേടിയില്ലാണ്ടായി. അപ്പം ഇതായിരുന്നു എൻ്റെ പേടി. കാരണം എപ്പോഴും അങ്ങനെ കുടുങ്ങിയിട്ട് സ്കിന്നിങ്ങനെ റെഡ് കളറിലാകുമായിരുന്നു. ഇന്ന് ഗോതമ്പ് പുട്ടാണ്. ആദ്യം ഇതുപോലെ ഗോതമ്പ് പുട്ട് എത്ര മിക്സ് ചെയ്താലും അത് കറക്റ്റ് ആവില്ലായിരുന്നു. ഇപ്പോൾ പതുക്കെ ഓക്കെ ആയി. പിന്നെ പണ്ടൊക്കെ എനിക്ക് ഗോതമ്പ് പുട്ട് ഇഷ്ടമേ അല്ലായിരുന്നു. വീട്ടിൽ ഉണ്ടാക്കുമ്പോൾ അമ്മ ഗോതമ്പ് പുട്ടാണെങ്കിൽ എനിക്ക് മാത്രമായിട്ട് അരിപ്പുട്ട് ഉണ്ടാക്കി തരാമായിരുന്നു. അത്ര എനിക്കിഷ്ടമല്ലായിരുന്നു. ഇപ്പം എന്താ അറിയില്ല, ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളൊക്കെ ഒരുപാട് മാറി. ഇപ്പോൾ കഴിക്കാത്തതൊക്കെ കഴിക്കും. പക്ഷെ അന്നും ഇന്നും ഞാൻ കഴിക്കാത്ത എനിക്ക് വലിയ ഇഷ്ടമില്ലാത്ത സംഭവമാണ് ഫിഷിൽ എൻ്റെ ആജന്മ ശത്രു എന്ന് പറയുന്നത് മത്തിയാണ്. പക്ഷേ ഞാൻ കേട്ടിട്ടുള്ളതെല്ലാം മത്തി ലവേഴ്സാണ്. ഞാൻ കൂടുതലും കേട്ടിട്ടുള്ളത് എല്ലാവർക്കും മത്തിയാണ് ഇഷ്ടം, മീൻ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും. പക്ഷേ എനിക്കറിയില്ല, എനിക്ക് പണ്ട് മുതൽ അതിൻ്റെ സ്മെല്ലാണോ അതിൻ്റെ നെയ്യിൻ്റെ എന്താണെന്നറിയില്ല റീസൺ. കുഞ്ഞിലെ മുതൽ എനിക്ക് മത്തി എന്ന് പറയുന്ന ഫിഷ് എനിക്കിഷ്ടമല്ല. പൊതുവേ എനിക്ക് ഫിഷിനോട് വലിയ താല്പര്യമില്ല. പക്ഷേ ബാക്കിയെല്ലാം ഏകദേശം ഫ്രൈ ഒക്കെ ചെയ്യുമ്പോഴെങ്കിലും കഴിക്കും. പക്ഷേ മത്തി എന്ന് പറഞ്ഞ മീൻ എനിക്ക് ഇപ്പോഴും അതേ ഇഷ്ടമില്ലായ്മയാണ്. എനിക്ക് കഴിക്കാൻ അത് വേണ്ട. അതിൻ്റെ സ്മെല്ലൊന്നും എനിക്ക് പിടിക്കത്തില്ല. അന്നും കഴിക്കില്ല, ഇന്നും കഴിക്കില്ല. എന്നെപ്പോലെ മത്തി ഇഷ്ടമില്ലാത്തവരാണെങ്കിലും ഉണ്ടോ? ഇഷ്ടമില്ലാതിരുന്ന ഫുഡിനെ പറ്റി പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഓർത്തത്. പണ്ട് എൻ്റെ കുട്ടിക്കാലത്ത് ഞങ്ങളുടെ വീടിൻ്റെ ചുറ്റിനായിട്ട് ഇഷ്ടംപോലെ പ്ലാവ് ഉണ്ടായിരുന്നു. എല്ലാ പ്ലാവിലും പല വെറൈറ്റി ആയിട്ടുള്ള പ്ലാവ്, അതായത് ചക്കകളിൽ പല വെറൈറ്റി ആയിട്ടുള്ള ചക്കകളെല്ലാം ഉണ്ടായിരുന്നു. അതുകൊണ്ട് എല്ലാ പ്ലാവിലും നിറച്ച് ചക്ക ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ അമ്മയും കുഞ്ഞമ്മയും പിന്നെ അച്ഛൻ്റെ അമ്മയും ഞങ്ങൾ അപ്പാമ്മ എന്നാണ് വിളിക്കുന്നത്, അപ്പാമ്മയും എല്ലാവരും കൂടി ഇരുന്ന് ചക്കയുടെ പുറകിലായിരിക്കും. രാവിലെ അന്ന് കുട്ടിയായിരിക്കുമ്പോൾ കണ്ണ് തുറന്ന് എഴുന്നേറ്റ് വരുമ്പോൾ ഇതന്നെ കാണുന്നത്. എന്നും സെയിം കാഴ്ച, എന്നും ചക്ക വിഭവങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ഞാൻ ചക്ക കഴിച്ച് എനിക്ക് ചക്കയോടും വലിയ താല്പര്യമില്ലായിരുന്നു. കുട്ടിക്കാലത്ത് ഓരോരോ ഇപ്പോഴൊക്കെ ചക്ക കിട്ടാൻ കൊതിക്കുക. അപ്പോൾ അന്ന് ചക്ക കഴിച്ച് ഇതിപ്പോൾ എൻ്റെ വീട്ടുകാർക്ക് ചിലപ്പോൾ അറിയില്ലായിരിക്കും ഈ കഥ. കുഞ്ഞിലത്തെ നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ഉള്ള കാര്യമാണ്. ഞാൻ പ്ലാവിൻ്റെ ചോട്ടിൽ ചെന്നിട്ടിങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ട്, ദൈവമേ ഇനി ചക്ക ഇതിൽ കായ്ക്കല്ലേ എന്ന് പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതൊക്കെ ആലോചിക്കുമ്പോൾ ഇപ്പോൾ ചിരിയാണ് വരുന്നത്. ഇപ്പോൾ ശരിക്കും എനിക്ക് ചക്ക കഴിക്കാൻ ഭയങ്കര കൊതിയാണ്. അന്ന് ചക്ക കണ്ട് മടുത്തു. ചക്ക അവിയൽ, ചക്ക പുഴുങ്ങുന്നത്, അതുപോലെ ഈ ചക്ക ഇങ്ങനെ വരട്ടി മധുരം സ്വീറ്റ് അങ്ങനെ ചെയ്യുന്നത്, പിന്നെ ചക്കയപ്പം അങ്ങനെ കഴിച്ച് ഇപ്പോഴൊക്കെ അതൊക്കെ പറയുമ്പോൾ തന്നെ എൻ്റെ വായിൽ വെള്ളം ഊറും. ഇപ്പം തന്നെ നോക്കിയേ, പണ്ട് അമ്മ നല്ല ടേസ്റ്റായിട്ട് ഉണ്ടാക്കി തരുമ്പോൾ ഇഷ്ടമേ അല്ല എന്ന് പറഞ്ഞിട്ട് കഴിക്കാണ്ട് അമ്മയെക്കൊണ്ട് വേറെ ഫുഡ് ഉണ്ടാക്കി കഴിക്കുമായിരുന്നു. കല്യാണം കഴിഞ്ഞ് നമ്മൾ ഇൻഡിപെൻഡൻ്റായിട്ട് ജീവിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ ഓരോന്ന് വെച്ചുണ്ടാക്കി തുടങ്ങുമ്പോഴാണ് അതിൻ്റെയൊക്കെ എത്രമാത്രം ജോലിയാണ് ഇതൊക്കെ, എത്രമാത്രം പാടാണ് ഇതൊക്കെ, ഓരോരുത്തർക്ക് ഓരോ വിഭവങ്ങൾ ഉണ്ടാക്കുക എന്നൊക്കെ ഉള്ളത് ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത് അല്ലേ. എന്തായാലും ഇപ്പോൾ എനിക്ക് ഗോതമ്പ് പുട്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ തന്നെ കഷ്ടപ്പെട്ടുണ്ടാക്കി കഴിക്കും.
അപ്പം ഞാൻ എന്തായാലും പോയിട്ട് ഗോതമ്പ് പുട്ടും പയറും പപ്പടവും എല്ലാം കഴിക്കാൻ പോവാണ്. നല്ല ചൂട് കട്ടനുണ്ട്. ഞാൻ കൂടെ കുറച്ച് നെല്ലിക്ക അച്ചാറും കൂടെ എടുത്തിട്ടുണ്ട്. പണ്ട് മുതൽ പുട്ടിൻ്റെ കൂടെ അച്ചാർ കൂട്ടാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ തോട്ട്സ് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ബൈ. പിന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.